ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കുറച്ച് റിബണുമായിട്ടാണ് വന്നിട്ടുള്ളത്. റിബൺ കൊണ്ട് വീട്ടിൽ അലങ്കരിച്ച് വയ്ക്കാവുന്ന ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ പേരൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. അതിന് വേണ്ട സാധനങ്ങൾ ഒരു സ്റ്റിക്ക്, ഗ്ലൂ, റിബൺ, കത്രിക. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഈ സ്റ്റിക്ക് ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ളതാണ്. ഇതിന് പകരം ഈർക്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഈർക്കിൽ എടുത്തിട്ട് അതിൽ ചുറ്റി വെച്ചാലും നല്ല ഭംഗിയായിരിക്കും. ഞാനിവിടെ 2 മീറ്റർ റിബണാണ് എടുത്തിട്ടുള്ളത്. അത് ഞാൻ 2ആക്കി മുറിക്കുകയാണ്. 1 മീറ്ററായിട്ട് മുറിച്ചെടുക്കുകയാണ്. ചെറിയ പീസാക്കിയിട്ട് റിബൺ എടുത്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ സൗകര്യം. എളുപ്പത്തിൽ ചെയ്യാൻ ചെറിയ പീസാക്കി എടുക്കുന്നതായിരിക്കും നന്നാവുക. റിബണിലെ ഒരു പീസിൻ്റെ അറ്റം ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇതുപോലെ ഇത്ര ചെറുതായിട്ട് കട്ട് ചെയ്താൽ മതി. ഈ റിബൺ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഇവിടെ കടകളിലൊന്നും ഞാൻ ഇങ്ങനത്തെ റിബൺ കണ്ടിട്ടില്ല. ഇവിടെ കണ്ടിട്ടുള്ളതൊക്കെ സാറ്റൻ റിബൺസാണ്. അതിൽ ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. എനിക്കറിയില്ല അതിൽ ചെയ്ത് കഴിഞ്ഞാൽ നന്നാവുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ മുറിച്ച് മാറ്റുക. റിബൺ 2ആക്കി മടക്കിയിട്ട് നടു കട്ട് ചെയ്തെടുത്താലും മതി. അപ്പോൾ ചെറിയതായിട്ട് കിട്ടും. അത് നമുക്ക് ചെറിയ സ്റ്റിക്കുകളൊക്കെ ആണെങ്കിൽ അതിൽ ഒട്ടിച്ച് വെച്ചാൽ അങ്ങനെ ഒട്ടിച്ച് വയ്ക്കുന്നതായിരിക്കും ഭംഗി ഉണ്ടാവുക. ഇത് ഞാൻ വലിയ സ്റ്റിക്ക് എടുത്തത് കൊണ്ട് ഒരു റിബണിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി പതുക്കെ മെല്ലെ സൈഡ് കൂടെ നൂലുകൾ വലിച്ചെടുക്കണം. കുറേശ്ശെ വലിച്ചെടുക്കണം. കാരണം അത് കെട്ട് കുടുങ്ങിപ്പോവാനോ പൊട്ടിപ്പോവാനോ ഒന്നും പാടില്ല. കെട്ട് കുടുങ്ങുകയോ പൊട്ടിപ്പോവുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ബാക്കിയുള്ള നൂലുകൾ വലിച്ചെടുക്കാനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് മനസ്സിലാവുകയില്ല ഇത് എവിടെയാണ് പൊട്ടിയിട്ടുള്ളത്, എവിടെയാണ് കെട്ട് കുടുങ്ങിയിട്ടുള്ളത് എന്നൊന്നും. കാരണം അത്രയ്ക്ക് നൈസായിട്ടുള്ള നൂലുകളായിരിക്കും. കുറച്ച് സമയമെടുത്ത് ക്ഷമയോടുകൂടെ ചെയ്യേണ്ടതാണ്. കുറേ നൂലുകൾ ഒന്നിച്ച് വലിച്ചെടുക്കാനും നോക്കരുത്. അപ്പം കെട്ടുകൂടാനും പൊട്ടിപ്പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇടയ്ക്കുന്ന ഏതെങ്കിലും ഒരു നൂല് പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അത് ശരിയാക്കിയെടുക്കാൻ പറ്റില്ല. നമുക്ക് മനസ്സിലാവില്ല എവിടെയാണ് പൊട്ടിയിട്ടുള്ളത്. കറക്റ്റായിട്ട് ശ്രദ്ധിച്ച് വലിക്കുകയാണെങ്കിൽ നമുക്ക് വേഗം നൂല് വലിച്ചെടുക്കാൻ പറ്റും. അവസാനം ഒരു കുറച്ച് ഭാഗം അവിടെ വയ്ക്കണം. ബാക്കി എല്ലാ നൂലും വലിച്ച് കുറച്ചൊരു ഭാഗം മാത്രം അവിടെ വെച്ചിട്ട്
ബാക്കി എല്ലാ നൂലും വലിച്ചെടുക്കണം. നമുക്ക് സ്റ്റിക്കിൽ ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ടാണ് ആ ഭാഗം നമ്മളവിടെ വെക്കുന്നത്. അങ്ങനെ നമ്മൾ നൂലെല്ലാം വലിച്ചു കഴിഞ്ഞു. എന്താ ഇതുപോലെ കിട്ടും അവസാനം. കുറച്ച് ഭാഗം അവിടെ നിർത്തിയിട്ടുണ്ട്, അത് ഒട്ടിക്കാൻ വേണ്ടി ഉള്ള ഭാഗമാണ്. ആ റിബണും നമുക്കിനി മറ്റേ സ്റ്റിക്കിലേക്ക് മുഴുവനായിട്ട് ഒട്ടിക്കണമെങ്കിൽ അതും കട്ട് ചെയ്ത് വേണ്ടത് നോക്കിയെടുത്ത് അതേപോലെ വലിച്ചെടുക്കാം. ഇനി നമുക്ക് ഇത് സ്റ്റിക്കിലൊട്ടിച്ച് കൊടുക്കാം. കുറച്ച് ഗം ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായി ചുറ്റി ഒട്ടിച്ച് വയ്ക്കാം. കുറച്ച് ഗമ്മേ ആക്കാൻ പാടുള്ളൂ, കാരണം ഇത് ഒട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ ഇങ്ങനെ ഒരു ഉണ്ടയായ പോലെ നിൽക്കും. നന്നായി ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. ഇനി അത് മെല്ലെ മെല്ലെ താഴേക്ക് ചുറ്റി എടുക്കുക. സ്റ്റിക്ക് മെല്ലെ മെല്ലെ തിരിച്ചു കൊടുക്കുക. ഇത് ചുറ്റുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് പിടിച്ചിട്ട് വേണം ഇത് ചുറ്റിയെടുക്കാൻ. ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ചു കൊടുക്കുക. നമ്മൾ ഫ്ലവറൊക്കെ ഉണ്ടാക്കുമ്പം ഗ്രീൻ ടേപ്പ് ചുറ്റാറില്ലേ, ഒന്ന് ചെറുതായിട്ട് ചെരിച്ചിട്ട് അതുപോലെ ഒന്ന് ചെറുതായിട്ട് ചെരിച്ച് പിടിച്ച് ചെരിച്ച് ചുറ്റി കൊടുക്കുക. ഇതിൻ്റെ അവസാനം വരെ ചുറ്റി അവസാനം കുറച്ച് ഗ്ലൂ ഇട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരുപാട് ഗ്ലൂ ആയി പോകരുത്. ഗ്ലൂ കൂടിപ്പോയാൽ അത് കട്ട പിടിച്ചിരിക്കും. കുറച്ച് ഗ്ലൂ ഇട്ടിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ബാക്കിയുള്ള ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ റിബൺ കട്ട് ചെയ്തെടുത്ത് നൂല് വലിച്ചെടുത്ത് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള ഭാഗം കൂടെ സ്റ്റിക്കിൻ്റെ ഒട്ടിച്ചു കൊടുക്കാം.
നന്നായി ഒട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആക്കിയെടുക്കാൻ പറ്റും നമുക്ക് റിബൺ കൊണ്ട്. ഇത് പല കളറിലുള്ള റിബൺ കൊണ്ടുണ്ടാക്കി അറേഞ്ച് ചെയ്ത് വെച്ചാൽ നല്ല ഭംഗിയാണ് കാണാൻ. ഞാനിത് കുറച്ച് കളർ റിബൺ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഉണ്ടാക്കി പകുതിയായിട്ടേ ഉള്ളൂ. ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബാക്കി ഒട്ടിക്കാനുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കി അറേഞ്ച് ചെയ്ത് ഒരു ഫ്ലവർ വേസിലോ അങ്ങനെ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.